എടാ പിന്നെ നീ എന്നെ ക്രൈം എന്തുവാ മറ്റേ നിയമം എന്തുവാ അതൊന്നും എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ. എൻ്റെ മാമനെ അടൂർ SI ആണ്, അടൂർ പോലീസ് സ്റ്റേഷനിലെ. എൻ്റെ ചേട്ടൻ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. പത്തനംതിട്ട ജില്ലയിലെ ഈ അടുത്തായിട്ട് ഏറ്റവും അധികം കുപ്രസിദ്ധി ആർജിച്ച ആ അനാഥ മന്ദിരവുമായി റിലേറ്റ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞാനൊരു വോയിസ് ക്ലിപ്പ് അങ്ങോട്ട് പുറത്തേക്ക് വിടാൻ പോവാണ്. ഈ വോയിസ് ക്ലിപ്പ് ഞാൻ പുറത്തേക്ക് വിടാനുള്ള കാരണം, ഈ വോയിസ് ക്ലിപ്പിലുള്ള ശബ്ദത്തിനുടമ സമൂഹത്തിലെ പ്രധാനപ്പെട്ട 2 വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ്. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തെളിവ് വേണമല്ലോ. അതുകൊണ്ട് ഇനി കാര്യത്തിലേക്ക് വരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറയാതെ പറഞ്ഞുപോയി. അത് വേറൊന്നുമല്ല, ആ ഒരു അനാഥ മന്ദിരത്തിലുണ്ടായിരുന്ന അന്തേവാസിയായിട്ടുള്ള പെൺകുട്ടി, നമ്മുടെ ഈ ഒരു അനാഥ മന്ദിരത്തിൻ്റെ ഉടമസ്ഥൻ വിവാഹം കഴിച്ച ആ ഒരു പെൺകുട്ടിയെ ചൊല്ലിയാണല്ലോ ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് വന്നത്, കാര്യങ്ങളൊക്കെ ഒരുപാട് പുറത്തേക്ക് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞ് ഒരുത്തം വന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടു. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇത് പറയാതെ പറഞ്ഞു പോയി. ഇങ്ങനെയൊക്കെ ഓരോരുത്തന്മാർ വരുന്നുണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, എക്സ് എന്നൊക്കെ പറഞ്ഞ്, അല്ലാതെ കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കാൻ പോയില്ല. പ്രത്യേകിച്ച് എന്നോട് ആ മെസ്സേജ് അയച്ച പയ്യൻ പറഞ്ഞു, ആ പയ്യൻ 1-2 വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇതൊന്നും പുറത്ത് വിടരുത്, എനിക്ക് താല്പര്യമില്ല കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിനോട് പറയാൻ. ഞാൻ പറഞ്ഞു ഓക്കെ ബൈ ബൈ എന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. ഞാനും കൂടുതലൊന്നും അവൻ പറയുന്ന കേൾക്കാൻ നിന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, എനിക്ക് ഇങ്ങനെയുള്ള പേഴ്സണൽ മെസ്സേജ് വരുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു പോയി. ഇത് പറയാനുള്ള കാരണം, ഇവിടെ ഒരുപാട്, നിങ്ങൾ തന്നെ കേൾക്കുന്നുണ്ട്, ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ, ഒരുപാട് അവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളുടെയൊക്കെ. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എല്ലാം ശരിയായിട്ടുള്ളതാണോ അതോ ഇതിനകത്ത് കള്ളമുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അത് ഞാൻ പറഞ്ഞു പോയി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പുറത്തു വിടാൻ നിന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം എനിക്ക് വേറൊരാൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ മെസ്സേജ് ഇടുകയാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു അയാൾ ഇട്ടതിന് അടുത്ത ദിവസമാണ് ഞാൻ കണ്ടത്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ആശുപത്രി വീട് ആശുപത്രി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെ വീട്ടിൽ അനിയന് സുഖമില്ല, ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ മെസ്സേജും ഒന്നും അപ്പോൾ കാണാനും റിപ്ലൈ കൊടുക്കാനും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പയ്യനിട്ട മെസ്സേജ് അവനിട്ട് അടുത്ത ദിവസമാണ് കാണുന്നത്. അവനിട്ട മെസ്സേജ് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടി. കാരണം അവനും വന്നിട്ട് ഇതേ സെയിം സാധനം, ഞാൻ ആ പെൺകുട്ടിയുടെ എക്സ് ആണ്, മറ്റവൻ ഏതാണ്, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ആരോ ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ, അത് ആരാണ്, എനിക്ക് അവൻ്റെ ഡീറ്റെയിൽ വേണം എന്നൊക്കെ പറഞ്ഞാണ് പുതുതായിട്ട് ഒരുത്തം വരുന്നത്. അപ്പോൾ ഇവൻ പറയുന്ന, ഞാൻ ഈ പയ്യൻ്റെ സൈഡിൽ നിന്ന് എല്ലാം ഒന്ന് വീക്ഷിച്ചു. കാരണം അവൻ പറയുന്നതിനകത്ത്, നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് തന്നെ, നിങ്ങൾ ഡീറ്റെയിൽ ഒന്നും പുറത്തു വിട്ടില്ല, പക്ഷെ നിങ്ങളിങ്ങനെ എക്സ് കാമുകൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ആ ഒരു വ്യക്തിയുടെ കുടുംബമുണ്ടല്ലോ, ഈ മമ്മി ഗിരിജയൊക്കെ, അവർക്കൊക്കെ എന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നാളെ ഇത് എനിക്കൊരു പ്രശ്നമായി വരും. ഞാനാ നിങ്ങളോട് സംസാരിച്ചതെന്ന് വിചാരിച്ചിട്ട് എനിക്കതൊരു പ്രശ്നമായി വരും, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലറിയാം. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു. അതൊക്കെ എൻ്റെ കിടപ്പുണ്ട്, എൻ്റെ വീട്ടുകാർക്കറിയാം ഞങ്ങളിങ്ങനെ ഒരു റിലേഷനിലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് വന്ന് സംസാരിച്ചത് ഞാനാണ് എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു പ്രശ്നം വരും എന്നൊക്കെ ഈ പയ്യൻ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച്, ശരിയാണല്ലോ, അവനിനിയും അങ്ങനെ ഒരു പ്രശ്നം അത് വന്നു കഴിഞ്ഞാൽ മോശമാണല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു സൈഡ് ചിന്തിച്ചു, ഇനിയും ആദ്യം വന്ന് എന്നോട് സംസാരിച്ച പയ്യനാണ് ഒറിജിനലെങ്കിൽ അവൻ്റെ ഡീറ്റെയിൽ കിട്ടാനും അവനെ ഉപദ്രവിക്കാനും വേണ്ടി ഈ മമ്മി ഗിരിജയുടെ ആളുകൾ ആരെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയാണോ ഇത് എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. കാരണം അങ്ങനെയും ചിന്തിക്കണമല്ലോ. പിന്നെ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചുടനെ എന്നോട് സംസാരിച്ച ഒരാളുടെ ഡീറ്റെയിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും തെണ്ടിത്തരമല്ലേ? ഇതിപ്പം നിയമപാലകരാരെങ്കിലും ആണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ, ഒഫീഷ്യൽസ് ആരെങ്കിലും എന്നോട് ഒഫീഷ്യലായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എനിക്ക് കൊടുക്കാം. അല്ലാതെ വേറൊരാൾ വന്ന് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവൻ വന്ന് ചോദിക്കുന്നത് എനിക്ക് അവൻ ആരാണെന്ന് അറിയണം. അതുകൂടാതെ ഇവൻ എന്നോട് പറയുന്നുണ്ട് ഞാൻ അവനെ ഒന്നും ചെയ്യത്തില്ല, അവനോട് ചോദിക്കാൻ പോകത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒരു സംശയം. കാരണം ഈ ചെറുക്കൻ നാളെ പോയി വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങും. ആരാണ് അവന് ഡീറ്റെയിൽ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഞാനാ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി ഇറങ്ങേണ്ട വരും. ഇല്ലേ? നിങ്ങൾ പറ. അതുകൂടാതെ ഇവൻ വേറൊരു പരിപാടി കാണിച്ചു, നിങ്ങൾക്കറിയണോ? ആ പെൺകുട്ടിയുമായി, ഞാനൊരു തേർഡ് പേഴ്സണാണ്, ഒരു യൂട്യൂബറാണ്, ഒരു വേറെ ഒരു വ്യക്തിയാണ്, അവൻ്റെ കൂടെ അവനെ അറിയാവുന്ന ഒരു വ്യക്തി പോലും അല്ല. എന്നിട്ട് ഈ പുതുതായി വന്നവൻ, ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എക്സ് എന്ന് പറഞ്ഞ് വന്നവൻ, അവനും ഈ പെൺകുട്ടിയും കൂടെ ഉള്ള 2-3 ഫോട്ടോ ഞാൻ തോന്നുന്നു, ഇതൊക്കെ ഇവൻ എനിക്ക് അയച്ചു തരിക. ഇവൻ ചെയ്യുന്ന എന്ത് വലിയ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ.
ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരിക. ഇനിയിപ്പോൾ അവൻ കാണുന്നുണ്ടെങ്കിൽ അവനത് കാണുന്നുണ്ടായിരിക്കും. ഇത് കണ്ടിട്ട് മറ്റേ അങ്ങോട്ട് രോക്ഷാകുലൻ, നീ രോക്ഷാകുലൻ ആവണ്ട, ഞാൻ ബാക്കി കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ പോകുന്നതേ ഉള്ളൂ. നീ അവസാനം പറഞ്ഞ എനിക്ക് വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവൻ ഇട്ട മെസ്സേജുകളൊക്കെ ചിലതൊന്നും ഞാൻ മൊത്തവും കേട്ടില്ല, ജസ്റ്റ് പ്ലേ ചെയ്ത് വിടുകയായിരുന്നു. കാരണം ഞാൻ ഒന്നാമത് ആശുപത്രിയിലായിരിക്കും, ഇടയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇവൻ്റെ പിന്നെ ഇവൻ സ്ഥിരം ഒരു തുരാന്ന് പറഞ്ഞിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക. എനിക്കൊരു സമാധാനം തരുന്നില്ല ഇവൻ. മനസ്സിലായോ നിങ്ങൾക്ക്? അവസാനം ഇവൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആദ്യമേ ആലോചിച്ച പോലെ നീ ഇവനൊരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ച് ആ വ്യക്തിയുടെ എന്നോട് ആദ്യമേ സംസാരിച്ച ആളുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ, അയാളുടെ DP പോലും കാണിക്കാതെ അയാൾ എന്നോട് ചാറ്റ് ചെയ്ത് ഒരു പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇവന് കാണിച്ചു കൊടുത്തു. കണ്ടല്ലോ, നിന്നോട് ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക്, അതായത് എനിക്ക് വേറൊരാളാണ് അയച്ചത് എന്ന് നീ കാണിച്ചു കൊടുത്തു, പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽ ഒന്നും കൊടുക്കാതെ ഞാൻ ഇവന് കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ എല്ലാം പോയി ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്ന് ഒരു ടൈമിൽ എനിക്ക് ഗ്യാപ്പ് കിട്ടിയപ്പം ഇവൻ്റെ മെസ്സേജ് മൊത്തം ഞാനൊന്ന് കേട്ടു നോക്കി. കേട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇവന് 2 പെടയുടെ കുറവാണുള്ളത്. പിന്നെ ഞാൻ ആദ്യമേ സംശയിച്ചതുപോലെ ഇവൻ ഇനിയും ഞാൻ കൂടുതലുള്ള ഡീറ്റെയിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെറുക്കനൊക്കെ അവനെ പോയി വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്തായി അവസ്ഥ? ഞാൻ അങ്ങോട്ട് കൊടുക്കാതെ എന്തുകൊണ്ട് നന്നായി എന്നെനിക്ക് പിന്നെയും തോന്നി. അതോടൊപ്പം തന്നെ ഇവൻ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അതാണ് ഞാൻ നിങ്ങളെ ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് ഇവൻ 2 ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വ്യക്തികൾ ഇത് കാണണം. നിങ്ങളുടെ ബന്ധുവാണ് ഈ പയ്യൻ എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്, അല്ലെങ്കിൽ ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ പിടിച്ച് 2 പൊട്ടീര് കൊടുക്കേണ്ട പരിപാടിയാണ് ഈ ചെറുക്കൻ കാണിക്കുന്നത്. പക്കാ ഭീഷണി. ഇവന് ക്രൈം എന്താ? ഇവൻ എന്നോട്, ഞാൻ പറഞ്ഞു നീ കാണിക്കുന്ന ക്രൈമാണ്, നീ എന്നോട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കരുത്. വേറൊരാളുടെ അഡ്രസ്സ് നീ എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, അത് ഞാൻ നിനക്ക് തരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അല്ലേ? നിങ്ങൾ പറ, തെറ്റല്ലേ അത്? അവൻ ഉടനെ പറയുകയാണ് എനിക്കറിയാം ക്രൈം എന്താണെന്ന് എന്ന് പറഞ്ഞിട്ട് ഇവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു അനാഥ മന്ദിരവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഞാൻ കേട്ടു. അത് നിങ്ങളെ ഞാൻ ആദ്യമേ കാണിക്കാം. അതിനുശേഷം അവൻ്റെ വോയിസ്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങൾ കേൾക്കേണ്ട കാര്യം തന്നെയാണ്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇവൻ അതിനകത്ത് പറയുന്ന 2 പേര്, അവരോട് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്, ഇവൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവൻ എന്തിന് നിങ്ങളുടെ പേര് ഉപയോഗിച്ചതാണെങ്കിൽ ഇവൻ പെടണം, ഇവനെ പെടുത്തണം. അവൻ്റെ ഡീറ്റെയിൽ ഞാൻ തരാം. അവൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത് പോയാലും എൻ്റെ കയ്യിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 വന്നവന്മാരുടെയും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവൻ്റെ സംസാരം കേട്ടപ്പോൾ ഉണ്ടല്ലോ, ആദ്യം വന്ന പയ്യൻ പാവം, അവനാണ് ജെനുവിനാ തോന്നുന്നത്. അവനെ ഉപദ്രവിക്കാൻ എങ്ങാണ്ട് ഈ ഒരു മമ്മിഗിരി ചിലപ്പോൾ അയച്ചതായിരിക്കാം ഇവനെ, ഡീറ്റെയിലൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അങ്ങനെ കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല. ഒരാളുടെയും എന്നോട് ഒന്ന് സംസാരിക്കുന്ന ഒരാളുടെ ഡീറ്റെയിൽ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നിയമപരമായി ഞാൻ ആ ചെയ്യുന്നത് തെറ്റാ, ഞാൻ ആ തെറ്റ് ചെയ്യില്ല. ഒഫീഷ്യൽസ് ആരെങ്കിലും വരികയാണെങ്കിൽ പ്രോപ്പറായിട്ട് ആരുടെയെങ്കിലും മുമ്പിൽ വെച്ച് ഡീറ്റെയിൽ കൊടുക്കാം. അപ്പോൾ ആ പയ്യനെ ഒന്നും ചെയ്യത്തില്ല എന്ന് എനിക്കൊരു വിശ്വാസം. ഇത് ബാക്കിയുള്ള എൻ്റെ വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് വരെ എനിക്കതൊരു വാലിഡായിട്ട് കാണിച്ചു കൊടുക്കണം. ഒരാൾ എന്നോട് വന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ ഒരു അപ്രൂവൽ ഇല്ലാതെ എന്നോട് വന്ന് സംസാരിക്കുന്ന, ഇപ്പോൾ ഈ വിഷയം എന്നല്ല, വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയാതെ എനിക്കത് മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റില്ല. നിങ്ങളുടെ ഡീറ്റെയിൽസ് അതെനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നാര മോനെ, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ഇനിയിപ്പോൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ആ പയ്യൻ ആരാണെന്ന് നിൻ്റെ മുമ്പിൽ ഞാൻ റിവീൽ ചെയ്യില്ല. നിനക്കിനി അറിഞ്ഞേ പറ്റുള്ളെങ്കിൽ നീ നിയമപരമായിട്ട് വാ. നീ പറയുന്ന വെച്ചിട്ട് കൊമ്പത്തെ പിടിപാട്, അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇന്ന് ഈ വന്ന വാർത്ത ഇതൊന്നും നമുക്ക് കേൾക്കാം, എന്നിട്ട് അവൻ്റെ ഡയലോഗുകൾ കേൾക്കാം. പത്തനംതിട്ടയിലെ അനാഥാലയവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ DNA പരിശോധനയ്ക്കായി പോലീസിന്റെ നീക്കം. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തസാമ്പിളുകൾ ശേഖരിക്കും. അന്തേവാസിയായ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നതാണ് കേസ്. CK അഭിലാലുണ്ട്. അഭിലാൽ, ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? എന്തൊക്കെ നടപടികൾ ഉണ്ടാകും? പോലീസ് പോക്സോ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം തനിക്ക് 18 വയസ്സ് പൂർത്തിയായതിനു ശേഷമുള്ള ബന്ധത്തിലാണ് കുഞ്ഞ് ജനിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഈ പരിശോധന നടത്തുകയും പിന്നീട് പ്രസവ ശുശ്രൂഷ നടത്തുകയും ചെയ്തിട്ടുള്ള ഡോക്ടറുടെ സാക്ഷ്യപത്ര പ്രകാരം പെൺകുട്ടി 18 വയസ്സ് പൂർത്തിയാവുന്നതിന് മുൻപ് ഗർഭം ധരിച്ചു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പോലീസിനെ കുഴിക്കുന്ന സംഭവം ഇരയായിട്ടുള്ള യുവതി അനുകൂലമായി മൊഴി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അതിനായി അമ്മയുടെ കുഞ്ഞിന്റെ രക്തസാമ്പിളുകൾ നാളെ പരിശോധിക്കും. പ്രതിപട്ടികയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന അനാഥാലയ നടത്തിപ്പുകാരി, പെൺകുട്ടിയെ പിന്നീട് വിവാഹം കഴിച്ച യുവാവ് എന്നിവർ, ഇവരുടെ മകനായ യുവാവ് എന്നിവർ സ്ഥലത്തു നിന്നും മുങ്ങിയിരിക്കുകയാണ്. അതേസമയം അറസ്റ്റ് കണക്കിലെടുത്തുകൊണ്ട്, മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ സ്ഥലത്തു നിന്നും മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ മുങ്ങിയവരെ പിടിക്കാനായിട്ട് പോലീസുകാർക്ക് പറ്റില്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക.
പിന്നെ ആ കുട്ടി അവർക്കെതിരെ ഒരു മൊഴി കൊടുക്കുമെന്ന് ഇവിടെ പ്രതീക്ഷിക്കേണ്ട, കൊടുക്കില്ല. കാരണം എനിക്ക് മനസ്സിലായത് വെച്ച് ആ പെൺകുട്ടി നല്ലൊരു ജീവിതമാണ് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തോട്ട് കൂടുതലായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, ആ കുട്ടിയുടെ ജീവിതം, ആ കുട്ടിക്ക് സംഭവിച്ചത്, ഇതൊന്നും സത്യം പറഞ്ഞാൽ എന്നെ കെയർ ചെയ്യുന്നില്ല. ലൈക്ക് ഞാൻ കെയർ ചെയ്യുന്നേ ഇല്ല. ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യം അത് വേറൊന്നായിരുന്നു. ഇനിയും ഒരു അനാഥ മന്ദിരത്തിൽ ഒരു കുട്ടിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കരുത്. കാരണം എല്ലായിടത്തും ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ അവരുടെ മകനെ കൊണ്ട് ഇങ്ങനെ കല്യാണം കഴിപ്പിക്കണമെന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അവരത് കല്യാണം കഴിപ്പിച്ചാൽ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടുമായിരിക്കും, നമുക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു അനാഥ മന്ദിരത്തിലും ആർക്കും, ഒരുപാട് വോയിസ് ക്ലിപ്പുകളും ഒരുപാട് ആളുകൾ പറയുന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ, അവിടെ ഒരുപാട് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള സംഗതികളൊന്നും വേറെ ഇങ്ങും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വോയിസ് ക്ലിപ്പ്. ഇത് നിങ്ങളൊന്ന് കേട്ടോണേ. ഒരു 21-22 വയസ്സുള്ള ഒരു പയ്യൻ അവൻ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഇത് നിങ്ങൾ കേട്ടിരിക്കണം. 21-22 വയസ്സുള്ള പിള്ളേർക്ക് അവരുടെ ബന്ധുക്കൾ എന്തെങ്കിലും, എനിക്കറിയില്ല ഇവൻ പറയുന്നത് സത്യമാണോ എന്ന് പോലും എനിക്കിപ്പോഴും അറിയത്തില്ല. ഇവൻ 2 പേരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരിത് കാണുന്നുണ്ടെങ്കിൽ, ഇത് ഫേക്ക് ആണെങ്കിൽ, ഇവൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ അവന് നല്ല പണി കിട്ടണം. ഇനി അവൻ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്ത് ഇതുപോലൊരു വിഷവിത്തുണ്ട്. നിങ്ങളുടെ പേര് കളയാൻ വേണ്ടി ഇങ്ങനെ ഒരുത്തൻ ജനിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയണം. കാരണം ഒരിടത്ത് വന്നിട്ട് ഒരാളോട് അവൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന ആൾക്കാരുടെ ആളാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ സംസാരിക്കുന്നത്. എന്തിൻ്റെ കാര്യം? ഇവൻ എന്നോട് സംസാരിക്കും. നിങ്ങളിത് കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി അത് പറഞ്ഞു തരാം. എടാ പിന്നെ നീ എന്നെ ക്രൈം എന്തുവാ, മറ്റേ നിയമം എന്തുവാ, അതൊന്നും എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ. എൻ്റെ മാമനെ അടൂർ SI ആണ്, അടൂർ പോലീസ് സ്റ്റേഷനിലെ. എൻ്റെ ചേട്ടൻ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ഞാനും പാർട്ടിക്കാരൻ തന്നെ. എനിക്ക് അത്യാവശ്യം നിയമമൊക്കെ അറിയാം. നിനക്ക് ഇത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കും. ഇതിലെന്ത് നിയമമാണ് നീ പറയാൻ പോണേ? ഇതല്ല എങ്കിൽ, ഇങ്ങനെ ഒരുത്തം വന്നിട്ടില്ല, ഇങ്ങനെ ഒരുത്തം നിൻ്റെ അടുത്ത് SIക്കാൻ വന്നിട്ടില്ലെങ്കിൽ അത് നീ തെളിയിക്കുക. വന്നിട്ടുണ്ടോ നീ തെളിയിക്കാതെ. ബാക്കി എന്നിട്ട് ഞാൻ പിന്നെ പറയാം. ബാക്കിയെല്ലാം അവൻ പിന്നെ പറയാന്ന്. ഇതിലൊരു ഭീഷണി നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നി. കാരണം ഈ അടൂർ SIയുടെ കാര്യവും ഈ പത്തനംതിട്ട കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ കാര്യമൊക്കെ ഇവൻ എന്തിനാ എന്നോട് പറയുന്നത്? പിന്നെ നിങ്ങളിൽ കുറച്ച് പേർക്ക് പറയാമായിരിക്കും, അവന് നിയമം അറിയാവുന്നത് കൊണ്ട്, അവന് ക്രൈം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെയാണല്ലോ പറയുന്നത്. ക്രൈം എന്താണെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഇന്ന ആളുകളെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നീ ക്രൈം എന്താണെന്ന് എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവൻ ഇന്ന ആളുകളെ അറിയാം. ഇന്ന ആളുകൾ മാമനാണ് അടൂർ SI എന്നൊക്കെ പറയുന്നത്. എൻ്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. കേട്ടല്ലോ നിങ്ങൾ, ഞാനായിട്ട് ഇനി ഉണ്ടാക്കിയ വോയിസ് ആണെന്നൊന്നും പറയല്ലേ, തെളിവ് എൻ്റെ ഇരിപ്പുണ്ട്. ഈ പറയുന്നവൻ്റെ ആളുകളാണ് ഇവരൊക്കെ എങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ആയിട്ടുള്ള എനിക്ക് അവനും ഒരു പെൺകുട്ടിയായിട്ടുള്ള ഫോട്ടോ അയച്ചു തരിക. അതും ഇപ്പം കേസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ആ ഒരു കേസുമായി റിലേറ്റ് ചെയ്ത ഒരാളുടെ ഫോട്ടോ, ഇവൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇവൻ എനിക്ക് അയച്ചു തരിക. ഇതൊരു തെറ്റല്ലേ? വേറൊരാളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് എൻ്റെ അടുക്ക വരിക, അതും തരില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇവൻ ഈ കഥകളൊക്കെ പറയുന്നത്. ഇത് തെറ്റല്ലേ? ഇതൊന്നും തെറ്റല്ലേ? ക്രൈമിനെ പറ്റി അറിയാവുന്നവനെ, അവനെ ഞാൻ പഠിപ്പിക്കണ്ട. ഇവരെന്നോട് ഈ അഡ്രസ്സും ചോദിച്ചു, അല്ലെങ്കിൽ ആ പയ്യൻ്റെ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ക്രൈമാണ്, തരാൻ പറ്റത്തില്ല, എനിക്ക് തരാൻ പറ്റത്തില്ല, ഞാനാ ചെയ്യുന്നത് തെറ്റാ. അത് നിയമപാലകർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കൊടുക്കാം ഒരാളുടെ ഡീറ്റെയിൽ. അല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്ത ഇവൻ നാളെ പോയി, ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, ഇവൻ പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തായി? ഞാൻ പെട്ടു ഇല്ലേ? ഞാനല്ലേ പെടത്തുള്ളൂ. ഞാൻ അങ്ങനെ കൊടുക്കില്ല. അത് ഇവൻ്റെ എന്നല്ല, ഇനി ആരാണെങ്കിലും എന്നോട് വന്ന് സംസാരിക്കുന്ന ഒരാളുടെ ഡീറ്റെയിൽ വേറൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ചെയ്യുന്ന തെറ്റാ. ഞാൻ അതിനൊരു ക്രൈമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവൻ എന്നിട്ട് പറയുന്ന കേട്ടല്ലോ. ഇനിയിപ്പം ഇതിലവൻ പറയുന്ന ആളുകൾ, അവരോടാണ് ദൈവത്തെ ഓർത്ത് എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വരരുത്. മനസ്സിലായില്ല? എൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഇരിപ്പുണ്ട്. ഞാനായിട്ടല്ല ഇതൊന്നും പുറത്ത് വിട്ടത്, എന്നെക്കൊണ്ട് അവൻ വിടിയിച്ചതാണ്. കാരണം അവൻ പറയുന്ന കേട്ടല്ലോ. ബാക്കി അവൻ പറയാം എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ച ആര് ഉത്തരവാദിത്തം പറയും? ആര് ഉത്തരവാദിത്തം പറയും? ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരാളുടെയും, ഇപ്പം ഇവൻ്റെ ഈ വോയിസ് വിട്ടപ്പോൾ പോലും ഞാൻ അവൻ്റെ പേരോ വേണമെങ്കിൽ എനിക്കിപ്പോൾ വിടാം, അവൻ്റെ പേരും ഡീറ്റെയിലും ഒക്കെ വെച്ച്, അവൻ്റെ മറ്റേ ഇൻസ്റ്റാ ID ഒക്കെ വെച്ച് എനിക്ക് പുറത്ത് വിടാം. ഞാനത് ചെയ്യില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിടുന്നത്. അല്ലാതെ വേറെ എനിക്കിതിൻ്റെ പുറകിൽ പ്രത്യേകിച്ചൊരു സ്വയലാഭം ഒന്നുമില്ല. ഞാൻ ആർക്കും വേണ്ടിയിട്ടുമല്ല ഇത് ചെയ്യുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവനാ കേട്ടല്ലോ നിങ്ങൾ, അവൻ്റെ രാഷ്ട്രീയം, അവൻ ഏത് പാർട്ടിയുടെ ആളാണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എടാ മോനെ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഞാൻ അവനോടാണ്, വേറെ ആർക്കും ഒന്നും തോന്നരുത്.
അവനോട് 2 വർത്താനം. ഞാൻ നല്ല മറുപടി, ഞാൻ എല്ലാം കേട്ടതിന് ശേഷം ആ സുന്ദര കില്ലാടിക്ക്, ഞാൻ അത്ര മാന്യനായിട്ടുള്ള സംസാരമൊന്നും അല്ല അവനോട് സംസാരിച്ച്, തന്തയ്ക്ക് തന്നെ വിളിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം അവൻ പേടിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ചത് നിങ്ങൾ, പേടിപ്പിക്കുന്നവൻ. അതും എന്തിനു പേടിപ്പിക്കുന്നു? വേറൊരുത്തൻ്റെ ഡീറ്റെയിലും ചോദിച്ചിട്ട്. ഇവൻ വേറൊരു ഡയലോഗ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ? ഇവൻ പറയാണ് ഇവൻ്റെ ഐഡന്റിറ്റി ഞാൻ പുറത്തു വിട്ടെന്ന്. എടാ, നിനക്കൊരു കിണയെ അറിയത്തില്ല എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എൻ്റെ കിടക്കുന്ന ആ വോയിസ് ക്ലിപ്പ്. ഞാനതൊക്കെ നിയമപാലകർക്ക് കൊടുക്കും. ഒന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്ത് അവർക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ വിത്തിൻ 2 days ഞാൻ എൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത് സബ്മിറ്റ് ചെയ്യും. നീ പറയുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത്. ഇവൻ അതിനകത്തൊരു കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഇവൻ പറയാണ് ഇവൻ്റെ ഐഡന്റിറ്റി, എനിക്കത് ഓർക്കുമ്പോൾ ചിരിയാ. ഇവൻ്റെ ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്തെന്ന്. ഞാനപ്പോൾ ചോദിച്ചു, എന്ത് ഐഡന്റിറ്റിയാണ് നിന്റെ റിവീൽ ചെയ്തോ? ഞാൻ അവളുടെ എക്സ് എന്നുള്ള ഒരു ഐഡന്റിറ്റി നീ റിവീൽ ചെയ്തെന്ന്. എടാ പേങ്ങ, ഒരു പെണ്ണിന്റെ എക്സ് എന്ന് പറയുന്നതാണോടാ ഒരുത്തൻ്റെ ഐഡന്റിറ്റി? നാണം ഉണ്ടോടാ നിനക്ക്? നാണം? 10-21 വയസ്സുള്ള നിനക്ക് എന്ത് തേങ്ങ അറിയാന്നാ നീ പറയുന്നത്? ഇവൻ എന്നോട് പറയുക അവൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവളുടെ എക്സ് എന്നുള്ളതാണെന്ന്. അതാണ് നീ റിവീൽ ചെയ്തതെന്ന്. ഇവനോടൊക്കെ എന്താ പറയേണ്ടത്? ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തെളിവുകളും ഉണ്ട്. എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഇവൻ എന്നോട് സംസാരിച്ച കംപ്ലീറ്റ്ലി കുറേയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 9-10 മിനിറ്റോളം ഞാൻ ഇവൻ സംസാരിക്കുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പല വോയിസ് ക്ലിപ്പുകളിലും ആയിട്ടുള്ള. എന്നോട് നേരത്തെ ആ സംസാരിച്ച പയ്യൻ്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 ചേട്ടന്മാരും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയിട്ടും കാര്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അത് പോലീസുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എല്ലാം കൂടെ എൻ്റെ പെടലിക്ക് എടുത്ത് വെക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരാളെ ഒരു രീതിയിലും ഒരാളുടെ ഐഡന്റിറ്റി കാണിച്ച് ഇവിടെ അപകീർത്തിപ്പെടുത്തുന്നില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിന് ഒരു ഭീഷണി വന്നപ്പോൾ അതെനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലേ? ഞാനും ഈ നാട്ടിലെ ഒരു പൗരനല്ലേ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഇവനെ പോലുള്ള വേങ്ങന്മാരൊക്കെയുള്ള കുടുംബം, ഇനിയിപ്പം ഇവൻ ഈ പറയുന്ന പോലെ അവരൊക്കെ ഇവൻ്റെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ കണക്ക് എൻ്റെ പൊന്ന് സാറുമാരെ, എൻ്റെ പൊന്ന് മറ്റേ എന്താണ് പ്രസിഡന്റ് ചേട്ടാ, സൂക്ഷിച്ചോ, നിങ്ങളെ ഇല്ലാതാക്കാൻ ഇതുപോലെ ഒരുത്തൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.